అంబలతిలో ముఖ్యంగా പരമാനന്ദമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാനായി, ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാനായി ഇപ്പോൾ നാട്ടിലുള്ള ക്ഷേത്രങ്ങളെല്ലാം പിത്തള പൂശി അലങ്കരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ അമ്പലങ്ങളിലും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണം ഒരു വ്യക്തി, നമ്മുടെ ഒരു ഭക്തൻ, ശാരദാ മെക്കാനിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തിൻ്റെ വകയായി ഒരു 350 കിലോ ബ്രാസ് ഷീറ്റ് തരികയും 6-7 ലക്ഷം രൂപ അതിന് ലേബർ ചാർജ് വരികയും തീൻ പ്രകാരം നമ്മുടെ ശ്രീകോവിലിൻ്റെ ചുറ്റുവട്ടത്ത് ആ പിത്തള പൂശി അലങ്കരിക്കാനുള്ള ഭാഗ്യം കൈവന്നു. അത് ഭഗവാന്റെ അനുഗ്രഹം. ഇനി 5 ക്ഷേത്രങ്ങൾ ഇതുപോലെ ചെയ്യാനുണ്ട്. ഭക്തർ എല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലും ഇതുപോലത്തെ പിത്തള പൂശി അലങ്കരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സാദരം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഭഗവാന്റെ എല്ലാവിധ കടാക്ഷങ്ങളും ഏറ്റുവാങ്ങി നിങ്ങളുടെ കുടുംബത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ഇത് ഈ ബ്രഹ്മോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് സ്വാമിയുടെ ഉത്സവമാണത്. ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ളതാണ്, ആഘോഷമാണ്. അതിനു വേണ്ടിയിട്ട് പ്രാരംഭമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിലെ ശുദ്ധി കലശങ്ങളെല്ലാം നടത്തി ധ്വജ ആരോഹണം ചെയ്ത്, അതായത് കൊടിയേറ്റ് മഹോത്സവം നടത്തി, അത് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തി കൊടിയേറ്റത്തിന് ശേഷം 6 ദിവസത്തെ ഉത്സവമാണ്. അതോടനുബന്ധിച്ച് എല്ലാ ദിവസവും ഭൂതബലിയും ശ്രീഭൂതബലിയും പിന്നെ അങ്കുരപൂജ അഥവാ മുളപൂജയും നടത്തപ്പെടും. അതിനുശേഷം ഉത്സവ ബലി, അതിനുശേഷം പിന്നെ പള്ളിവേട്ട, ആറാട്ട് എന്നിങ്ങനെ മുഖ്യ പരിപാടികളും ഉണ്ടായിരിക്കും. അതുകൂടാതെ ഈ എല്ലാ ദേവീദേവന്മാർക്കും കലശാഭിഷേകവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പാണികൊട്ടി, ഓരോരോ പൂജാ സമയങ്ങളിൽ പാണികൊട്ടി അതും ശംഖ് വിളിച്ച് ദേവനെ പ്രീതിപ്പെടുത്തി കൊണ്ടുള്ള പരിപാടികളാണ് എല്ലാ ദിവസവും നടത്തുന്നത്. പിന്നെ ഭക്തന്മാർക്ക് ഈ ഉത്സവ ബലി എന്ന് പറഞ്ഞത് ഒരു ദിവസമുണ്ട്, അത് എല്ലാ ദിവസവും വേണമെങ്കിൽ നടത്താം. ഉത്സവ ബലി ഭൂതഗണങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതാണ് ഉത്സവ ബലി. അത് എല്ലാ ദിവസവും നടത്തപ്പെടാനും നമുക്ക് ഭക്തന്മാർ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നടത്താം. ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ വകയായി ഒരു ദിവസം ഉത്സവ ബലി നടത്തുന്നതാണ്. ഈ വർഷം നടക്കാൻ പോകുന്നത് 33ാമത്തെ വിഗ്രഹ പ്രതിഷ്ഠാ ദിവസമാണ്. അതേമാതിരി 24th ബ്രഹ്മോത്സവം സെലിബ്രേഷൻസ് കൂടിയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ബ്രഹ്മോത്സവത്തിൽ ഫസ്റ്റ് ഭദ്രകാളി പൂജയോടുകൂടി തുടങ്ങി കൊടിയേറ്റം സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം അന്നദാനമുണ്ട്, ഉത്സവ ബലിയുണ്ട്, അന്നദാനമുണ്ട്. വൈകിട്ട് എല്ലാ ദിവസങ്ങളും പ്രത്യേകിച്ചും പൂജകളുണ്ട്. അതേമാതിരി തന്നെ പള്ളിവേട്ടയും ആറാട്ടം കൂടി ഒരാഴ്ചത്തെ മഹോത്സവമാണ് ഇത്.